ഒരു 20 കിലോ ഭാരം വരുന്ന കടുവയുടെ തൊട്ടടുത്ത് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? യെസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പട്ടായയിലെ ഏറ്റവും വിചിത്രവും അതുപോലെ ആവേശകരവുമായ ഒരു സ്ഥലങ്ങളിലൊന്നായ ടൈഗർ പാർക്കിലേക്കാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. Welcome to Soft Step Solo. Let's explore together. ടൈഗർ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടുന്ന് നേരെ റിസപ്ഷനിലെത്തിയിട്ട് നമുക്കൊരു ടോക്കൺ കിട്ടും. അതുമായിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് പാർക്കിലേക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യാം. കടുവയെ ഇത്രയും അടുത്ത് കാണുമ്പോൾ ഒരേ സമയം നമുക്ക് ഭയവും ആവേശവും ഉണ്ടാവും. പക്ഷെ ഒരു ചെറിയ തെറ്റ് പോലും വലിയ അപകടം ഉണ്ടായേക്കാം. എന്നാൽ സുരക്ഷിതമായ രീതിയിൽ ഈ മഹത്തായ ജീവികളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ഒരു പ്ലേസ് തന്നെയാണ് പട്ടായയിലുള്ള ടൈഗർ പാർക്ക്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഇവിടെ ലഭിക്കുന്ന എല്ലാ ടൈഗർ പാക്കേജസ് ആൻഡ് എൻട്രി ഫീസ്, ഫോട്ടോ ചാർജസ്, സേഫ്റ്റി റൂൾസ്, ഓപ്പണിംഗ് ടൈം കൂടാതെ ഏത് ടൈഗറിൻ്റെ കൂടെയാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ കംഫർട്ടബിൾ, ഇതെല്ലാം ഈ വീഡിയോയുടെ അവസാനം വരെ കാണിക്കുന്നുണ്ട്. സോ അതിനാൽ വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. നോർമൽ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 9 AM to 6 PM വരെയാണ്. പിന്നെ നോർമലി നമുക്ക് ഇപ്പം ഈ ഫോട്ടോസൊന്നും എടുക്കണ്ട, ടൈഗറിൻ്റെ ഫോട്ടോസൊന്നും എടുക്കണ്ട എന്നുണ്ടെങ്കിൽ നോർമൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫീ എന്ന് പറയുന്നത് ഒരു അറൗണ്ട് 200 to 300 തായ് ബാത്താണ് നമുക്ക് വരുന്നത്. ഇനി ടൈഗറുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പം അറൗണ്ട് ഒരു 2000 തായ് ബാത്ത് വരെ നമുക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് ചെറിയ കുഞ്ഞൻ കടുവ മുതൽ വലിയ ഭീമനായിട്ടുള്ള ജയൻറ്റ് ടൈഗർ വരെ നേരിട്ട് കാണാനും തൊട്ടറിയാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ നമുക്ക് സാധിക്കും. ആക്ച്വലി ഈ ടൈഗർ പാർക്ക് 2013 ആരംഭിച്ചത്. ഈ പാർക്ക് 100 കണക്കിന് കടുവകളുടെ ഒരു ആവാസ കേന്ദ്രമാണ്. ഇവിടെ ബംഗാൾ ടൈഗേഴ്സ്, വൈറ്റ് ടൈഗേഴ്സ്, ഗോൾഡൻ ടാബി ടൈഗേഴ്സ് എന്നിവയൊക്കെ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ വിവിധ പ്രായത്തിലുള്ള കടുവകൾ പ്രത്യേകം എൻക്ലോഷറുകളായിട്ട് കാണാം. ഇവിടെ കടുവകളെ പ്രായവും വലിപ്പവും അനുസരിച്ചിട്ട് ഓരോ കാറ്റഗറി ആയിട്ടുണ്ട്. അതിനാൽ സന്ദർശകർക്ക് തങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ടൈഗർ കാറ്റഗറികൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ടുള്ള കാറ്റഗറി ടൈപ്സ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ടൈഗർ, അറൗണ്ട് ഒരു 3 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ളത്. പിന്നെ ഉള്ളത് സ്മോൾ ടൈഗർ, 7 to 12 മന്തുള്ളൊരു ഏജ് ആയിരിക്കും. പിന്നെ ഉള്ളത് മീഡിയം ടൈഗേഴ്സ്, ഏകദേശം ഒരു വർഷം, 1 to 2 years ഒരു റേഞ്ച് വരുന്നത്. പിന്നെ ബിഗ്ഗർ ടൈഗർ ഉണ്ട്, അത് 2 മുതൽ 5 വർഷം വരെ. പിന്നെ ജയൻറ്റ് ടൈഗേഴ്സ് 5 വർഷത്തിൻ്റെ മുകളിൽ പ്രായമുള്ളത്. പിന്നെ ഗോൾഡൻ ടാബി ടൈഗർ എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക അട്രാക്റ്റീവായിട്ടുള്ള ഒരു, അതായത് വളരെ അപൂർവമായിട്ടുള്ള ഒരു ഗോൾഡൻ കളറായിട്ടുള്ള ഒരു ടൈഗറാണ്. അത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ ഈ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈഗറുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള കുറച്ച് ചാർജസൊക്കെ ഏതൊക്കെയാണ് വരുന്നത്. അത് പല പാക്കേജസുകളായിട്ടും ഉണ്ട്. പിന്നെ സാധാരണ ടൈഗർ ഇൻട്രാക്ഷൻ പാക്കേജസ് ഏകദേശം ഒരു 599 റേഞ്ചിലാണ്, തായ് ബാത്തിലാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സ്മോൾ ടൈഗേഴ്സിനാണെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ബിഗ് ടൈഗർ ആണെങ്കിൽ 699 വരുന്നുണ്ട് തായ് ബാത്ത്. പിന്നെ സ്മോളസ്റ്റ് വരുമ്പോഴും ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ജയൻറ്റ് ടൈഗേഴ്സാണ് മോർ ദാൻ 600 വരുന്നത്. പിന്നെ ഗോൾഡൻ ടാബി ടൈഗറുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാം, അതായത് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 699 തായ് ബാത്ത് വരും. പിന്നെ ഒന്നിലധികം കടുവകളുമായിട്ട് കാണാനും അതുപോലെ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള പാക്കേജസും കോംബോ പാക്കേജസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ എല്ലാ പാക്കേജസുകളിലും ഫോട്ടോയും വീഡിയോയും ഒന്നും ഉൾപ്പെടുന്നില്ല. പിന്നെ പ്രൊഫഷണലായിട്ടുള്ള ഫോട്ടോഗ്രാഫി, പിന്നെ USB ഫോട്ടോ പാക്കേജസ് എന്നിവയ്ക്കൊക്കെ കൂടുതൽ ചാർജസുകൾ വരും. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അത്രയും കുറേ പാക്കേജസുകളൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു 2000 ആ ഒരു റേഞ്ചിൽ വരും. ഒരു പ്രാവശ്യം കൂടി റൗണ്ട് അടിക്കും, അപ്പം കിട്ടും. പിന്നെ ഇവിടെയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുരക്ഷയാണ്.
ഓരോ കടുവയുടെയും കൂടെ പരിശീലനം ലഭിച്ച ഒരു സ്റ്റാഫ് എപ്പോഴും ഉണ്ടാവും. സോ ഓരോ കടുവകളുടെ കൂടെയും അപ്പോൾ അവരുടെ ഒരു നിർദ്ദേശം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കണം. പിന്നെ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ എല്ലാ കടുവകളോടും പ്രവേശനം ലഭിക്കില്ല. ചില ടൈഗർ കാറ്റഗറിക്ക് ഈ പ്രായപരിധിയും ഉയരപരിധിയും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും പാലിച്ചിട്ട് വേണം നമുക്ക് ആ ഒരു ഈ ടൈഗേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഏരിയ കോമ്പൗണ്ടിൻ്റെ അകത്താണ് നമുക്ക് എന്താണ് ടൈഗറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ അവരെ കൂടെ നിന്നിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ. കണ്ടില്ലേ ഓരോരുത്തർ പോസ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ആ ഒരു സെക്ഷൻ ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ കുറേ 2-3 സ്റ്റാഫുകൾ, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. അവരെ കണ്ടോ, അവരെ സ്വിമ്മിംഗ് പൂളാണ്, അവർ കളിക്കുന്നതും ഒക്കെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ കാറ്റഗറി ആയിട്ട് അതിന് സെപ്പറേറ്റ് കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ അകത്ത് സഫാരി റൈഡ് ഓപ്ഷനുണ്ട്. സഫാരി റൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ കാറിൽ നമ്മളെ അവരുടെ ഒരു ഫോറസ്റ്റിനകത്തേക്ക് കൊണ്ടുപോകും. ലൈക്ക് എന്താ പറയുക, ഒരു റൈഡിങ് തന്നെ. ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു അവർ ഉണ്ടാക്കിയിട്ടുള്ളൊരു മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണ്, ഒരു പാർക്ക് പോലെയാണ്. പക്ഷെ അവിടെ നമുക്ക് എന്താ പറയുക, ടൈഗറുമായിട്ട് ഇൻട്രാക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇലക്ട്രിക്കൽ കാറാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവർ ഈ ടൈഗേഴ്സ് ഫുൾ ഫ്രീ ആയിട്ട് വാക്കിംഗ് ആയിരിക്കും. സോ അത് നമുക്ക് കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഏറ്റവും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആക്റ്റീവ് ആവുന്ന ഒരു സമയം എന്ന് പറയുന്നത് 9 മണി തൊട്ടിട്ട് 11 മണി വരെയൊക്കെയാണ് ടൈഗേഴ്സ് ഭയങ്കര ആക്റ്റീവ് ആവുന്ന സമയം. ആ ടൈമായിരിക്കും കുറച്ചും കൂടി അവിടെ പോകാൻ നല്ലത്. പിന്നെ അതിൻ്റെ ഒരു എക്സ്ട്രാ ചാർജ് തന്നെയാണ് അതിനുള്ളത്. എൻട്രി ഫീൻ്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല. അതിനൊരു 500 തായ് ബാത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. സഫാരി റൈഡും ഇതുപോലെ ഒരു 20 മിനിറ്റ്സ് ഫുള്ളൊന്ന് റൗണ്ട് അടിക്കും. നമുക്ക് ഇവിടെ പുറത്ത് കാണുന്ന അതേ ടൈഗേഴ്സ് തന്നെയാണ് അവിടെയും റൗണ്ട് അടിക്കുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും അവിടെ കാണാനില്ല. പിന്നെ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോളിഡേയ്സ് ഒന്നുമില്ല. എല്ലാ ദിവസവും അവധി ദിവസങ്ങളിലൊക്കെ ഇത് തുറന്ന് പ്രവർത്തിക്കും. ടൈമിങ്ങും ഏകദേശം സെയിം തന്നെയാണ്. എപ്പോഴും വിസിറ്റേഴ്സ് പോകാൻ പറ്റിയൊരു ടൈമിങ് രാവിലെ 9 to 11 വരെയാണ്. അത് ആണ് ഏറ്റവും നല്ലൊരു ടൈമിങ്. അപ്പോൾ കാലാവസ്ഥയും ഫോട്ടോ ലൈറ്റും ഒക്കെ നല്ല മികച്ചതായിരിക്കും. ഒരു കടുവയുടെ അരികിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ തായ്ലാൻഡ് യാത്രയിൽ പട്ടായ ടൈഗർ പാർക്ക് തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലങ്ങളിലൊന്ന് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ സോഫ്റ്റ് സ്റ്റെപ്സ് സോളോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പട്ടായ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അൺടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.